നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ യാസീൻ. അതുകൊണ്ട് തന്നെയാണ് ഖൽബുൽ ഖുർആൻ അഥവാ ഖുർആൻ്റെ ഹൃദയം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലളിതമായതിൻ്റെ സാരാംശം നമ്മൾ അറിഞ്ഞു പോകേണ്ടത് നിർബന്ധമല്ലേ? കാരണം നമ്മൾ എന്നും പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് ഭാരം ചുമക്കുന്ന ഒരു കഴുതയെ പോലെ താൻ എന്താ ചുമക്കുന്നതെന്ന് പോലും തനിക്ക് പോലും അറിയാത്തൊരവസ്ഥ. അങ്ങനെയാണോ നമ്മൾ വേണ്ടത്? അല്ല അല്ലേ? അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്കൂ. വളരെ ലളിതമായ ഒരു 10 ആയത്ത് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും കേൾക്കണം, തീർച്ചയായും മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. على صراط مستقيم تنزيل العزيز الرحيم. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തെ നിഷേധിക്കുകയും അതേപോലെ അക്രമവും പരിഹാസം മുഖേന അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് സൂറത്തുൽ യാസീൻ്റെ അവതരണം. യാസീൻ എന്ന് പറയുമ്പോൾ പ്രവാചകന് അല്ലയോ മനുഷ്യ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അല്ലയോ വ്യക്തി യാ സയ്യിദി എന്നുള്ള ഒരു രീതിയിൽ അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ്. യുക്തിഭദ്രമായ അല്ലെങ്കിൽ തത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഖുർആനാണ് സത്യം, തീർച്ചയായും നിങ്ങൾ ദൈവദൂതന്മാരിൽ ഒരാളാണെന്ന് അള്ളാഹു പറയുകയാണ് ഇവിടെ. ഉറപ്പായും അള്ളാഹുവിൻ്റെ റസൂൽ നേർവഴിയിലാണെന്നാണ് ഈ 4-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഇവിടെ ഊന്നൽ നൽകി പറയുന്നത്. കാരണം ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ വഴികേടിലല്ല. കാരണം മുഹമ്മദ് നബിയുടെ പ്രവാചകത്തെ നിഷേധിക്കുന്നവരാണ് തീർച്ചയായും വഴികേടിലല്ലാതെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല വഴികേടിൽ. അതിനെ എതിർക്കുന്നവരും പരിഹസിക്കുന്നവരുമാണ് വഴികേടിലായിട്ടുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ നേരായ പാതയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ യുക്തിബന്ധരമായ ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇത്രയും തത്വങ്ങൾ നിറഞ്ഞൊരു ഖുർആൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം രചിക്കുക എന്നാൽ എഴുതാനും വായിക്കാനും എന്നറിയാത്ത പ്രവാചകനെ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു പാവം യുവാവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതിന് പിന്നിൽ അത്രയും അജയ്യനായ അല്ലെങ്കിൽ ശക്തിയുള്ള ഒരാളുണ്ടാവണം. അപ്പോൾ പ്രതാപിയും പരമകാരുണികനുമായ അള്ളാഹു ഇറക്കിയതാണ് ഈ ഖുർആൻ എന്നാണ് ഇവിടെ വിശദമാക്കുന്നത്. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ചവൻ്റെ 2 വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് പ്രതാപവാനാണ് അള്ളാഹു, പ്രതാപവാനാണ്, അതുപോലെ തന്നെ കാരുണ്യവാനുമാണ്. അപ്പം നമ്മളതിനെ അവഗണിച്ചിട്ട് ഒന്നുമല്ല, അത് ഖുർആനെയും പ്രവാചകനെയും ഒരുപോലെ പുച്ഛിച്ച് തള്ളുമ്പോൾ, പരിഹസിച്ച് തള്ളുമ്പോൾ നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ മാത്രം ഒരു കഴിവില്ലാത്ത ഒരാളല്ല ഇത് ഇറക്കിയത്. അള്ളാഹുവിനെ പോലെ അത്രയും കഴിവുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പ്രതാപവാനായ ഒരു വ്യക്തിയാണ് ഈ ഖുർആനെ ഇറക്കിയത്. അപ്പോൾ അവൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരാൾക്കും കഴിയില്ല. അപ്പോൾ അള്ളാഹു അത്രയും കാരുണ്യവാനാണെങ്കിൽ കൂടി സത്യനിഷേധം അള്ളാഹു ഒരിക്കലും പൊറുക്കുന്ന ഒരു തെറ്റല്ല. അപ്പോൾ ആ സത്യനിഷേധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനാണ്, വീണ്ടും വീണ്ടും ഏകദൈവം എന്താണെന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു എത്തിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളവിടെ വീണ്ടും കാണുകയാണ്. കാരണം നമ്മൾ വഴികേടിലാവാതിരിക്കാൻ, പൂർണ്ണമായും നേർവഴിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവാചകന്മാരെ നമ്മളിലേക്ക് നിയോഗിച്ചിട്ട് അള്ളാഹു നമുക്ക് മാർഗദർശനം നടത്തിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ വഴികേടിലാവുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് പ്രവാചകന്മാരുടെയോ അള്ളാഹുവിൻ്റെയോ കുഴപ്പമില്ല, പൂർണ്ണമായും സത്യനിഷേധികളുടെ കുഴപ്പമാണ്. അതിൻ്റെ കർമ്മഫലം അവരെന്ത് ചെയ്യേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون
يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണിത്. കാരണം അവരുടെ പിതാക്കന്മാർക്ക് ഇതുപോലെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ബോധമില്ലാതെ തിന്മയുടെ മാർഗത്തിലായിട്ട് പോയത്. അപ്പോൾ അതിനുള്ള അവർ അശ്രദ്ധരാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൊട്ട് മുന്നേ ഒന്നും ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരൊക്കെ വ്യക്തമായും വഴികേടിലായിപ്പോയി. അപ്പോൾ ഇനി ആ ജനതയ്ക്ക് ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു മുന്നറിയിപ്പ് ആവട്ടെ എന്ന് കരുതിയാണ് അള്ളാഹു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിയോഗിച്ചത്. അപ്പോൾ ആ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നത് എന്താ, അവരിലേറെ പേരും ശിക്ഷാവിധിക്ക് അർഹരായിരിക്കുന്നു. അതുകൊണ്ട് അവരിത് വിശ്വസിക്കില്ല. കാരണം അവരൊരിക്കലും എന്ത് ചെയ്യില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ വിശ്വസിക്കൂല. ഭയങ്കര ദുശ്ശാഠ്യത്തോടെയും അക്രമത്തോടെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ നേരിടുന്നത്. അതുകൊണ്ട് അവർ അംഗീകരിക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താണ്, നല്ല ഉപദേശങ്ങളൊന്നും കേൾക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അവരുടെ കണ്ടങ്ങളിൽ നാം കൂച്ചുവിലങ്ങ് അണിയിച്ചിരിക്കുന്നു, അത് അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്, അതിനാൽ അവർക്ക് തല പൊക്കി പിടിച്ചേ നിൽക്കാനാവൂ എന്നാണ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ. അപ്പോൾ സത്യം സ്വീകരിക്കുന്ന തടസ്സമായിട്ട് അവർക്ക് എന്തുണ്ട്, ഒരു കൂച്ചുവിലങ്ങ് അണിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തല മേപ്പോട്ട് ഉയർത്തി നിലകൊള്ളുള്ളൂ എന്നൊരു ഉദ്ദേശമാണ് അവിടെ. അവരുടെ അഹങ്കാരവും ദുരഭിമാനവും കാരണം അവരെന്ത് ചെയ്യും, അവരവരുടെ തല പൊക്കി പിടിച്ചേ നിൽക്കുക, അവരുടെ ആശയങ്ങൾ പൊക്കി പിടിച്ചേ നിൽക്കുക. അവർ അതിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കില്ല. കാരണം അവർക്ക് അവരെ ആമങ്ങൾ കൊണ്ട് എന്ന് പറയുമ്പോൾ ഈ കൂച്ചുവിലങ്ങ് ആമങ്ങളിൽ നിന്നൊക്കെ ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് തല താഴ്ത്താൻ പറ്റില്ല. അവർ ഏത് ആശയങ്ങളാണോ ഇതുവരെ ഫോളോ ചെയ്ത് വന്നത് അതേ അവർ ഇനിയും പിന്തുടരുള്ളൂ എന്നുള്ളൊരു തരം വാശിയാണ് അവർക്കുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നത്, നാം അവർക്ക് മുന്നിലൊരു മതിൽക്കെട്ട് ഉയർത്തിയിരിക്കുകയാണ്, അവരുടെ പിന്നിലും മതിൽക്കെട്ടുണ്ട്, ഞാൻ അവരെ മൂടി വെച്ചിരിക്കുകയാണ്, അവർക്കൊന്നും കാണാൻ പറ്റില്ലെന്ന്. കാരണം അവരുടെ അഹങ്കാരത്തിനനുസരിച്ചിട്ട് അള്ളാഹുവും അവർക്ക് വഴി തുറന്ന് കൊടുക്കുകയുള്ളൂ. കാരണം നമ്മൾ അള്ളാഹുവിനെ ഒരു വിലയില്ലാതെ നമ്മൾ ദുർവാശിയുടെയും ദുരഭിമാനത്തിൻ്റെയും ഫലമായിട്ട് എന്ത് ചെയ്യും, കഴിഞ്ഞു പോയ ചരിത്രത്തിൽ നിന്നൊന്നും പാഠം പഠിക്കൂല, വരാനുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് ആലോചിക്കൂല. നമ്മൾ എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വാക്കുകൾ കാണാത്ത പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു അതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സത്യം കാണാൻ കഴിയാത്ത വിധം അവരുടെ 4 ഭാഗത്തും വലയം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അബദ്ധധാരണകളിൽ അവരെ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്നുള്ള കരുതിയിൽ വിട്ടുകളയും. എന്താണ്, താങ്കൾ അവർക്ക് താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് അള്ളാഹു പറയുന്നത്. അത്രയും അഹങ്കാരം കാണിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ നബിയെ താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒരുപോലെയാണ്. അള്ളാഹു എന്താണ്, അവരെ അവരുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. കാരണം രണ്ടും സമമാണ്. അവരെന്ത് ചെയ്യണം, അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ദുരഭിമാനം കൊണ്ടോ അള്ളാഹുവിനെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അള്ളാഹു അവരെയും കണ്ടില്ലെന്ന് നടിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അതിൽ കൂടുതലായി നമ്മളിലേക്ക് അടുക്കാൻ ശ്രമിക്കും. പക്ഷെ കണ്ടില്ലെന്ന് നടിച്ചാൽ അള്ളാഹുവും അതുപോലെ തന്നെ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുൻഗാമികൾക്ക് അനുഭവിച്ചു വന്ന പല പാഠങ്ങളും നമുക്ക് എന്താണ് നമ്മുടെ മുന്നിൽ പാഠങ്ങളായിട്ടുണ്ടാകും. നമ്മൾ കേട്ടിട്ട് നല്ല പാത നമ്മൾ പിന്തുടരണം, തിരഞ്ഞെടുക്കണം. അസ്സലാമു അലൈക്കും.